പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ച് കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഹണി ട്രാപ്പിൽ കുടുങ്ങിയ ആലപ്പുഴ, റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്കാണ് ക്രൂരമർദ്ദനം നേരിട്ടത്. സംഭവത്തിൽ യുവദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ സൈക്കോ മനോനിലയുള്ളവരെന്ന് പോലീസ്. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകാനായി. സാരംഗ്, ഈ വാർത്ത കേൾക്കുമ്പോൾ വല്ലാതെ ഭയം തോന്നുന്നു. കാരണം അത്രമാത്രം ക്രൂരമായ രീതിയിലാണ് ചെറുപ്പക്കാരോട് പെരുമാറിയിരിക്കുന്നത്. ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ കൊണ്ട് പിന്നടിക്കുക, 23 വട്ടം എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വലിയ ക്രൂരതയാണ്. അതും പോരാഞ്ഞിട്ട് കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? മനു, തീർച്ചയായിട്ടും വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. യുവാക്കൾ നേരിട്ടത് വലിയ അല്ലെങ്കിൽ ക്രൂരമായ പീഡനം എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. രണ്ടുപേരെയും വീട്ടിലേക്ക് എത്തിച്ച് അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. മുഖത്ത് മുളക് സ്പ്രേ അടിച്ചുകൊണ്ടാണ് ഇരുവരെയും മർദ്ദിച്ചത്. അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിൽ ഈ ഏതാണ്ട് 23 സ്റ്റാപ്ലർ പിന്നുകളാണ് അടിച്ച് കയറ്റിയിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ വിശദമായ പരിശോധന നടക്കുകയാണ്. പത്തനംതിട്ടയുള്ള രണ്ടുപേരെയും, അതായത് ദമ്പതികളായിട്ടുള്ള ജയേഷിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രശ്മിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഇങ്ങനെ ആദ്യമായിട്ട് ആലപ്പുഴ സ്വദേശിയെ ഇത്തരത്തിൽ ഇവർ പരിചയപ്പെടുന്നതും. സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ശേഷം ഈ ആലപ്പുഴ സ്വദേശി ഇത്തരത്തിൽ രശ്മിയുടെ സുഹൃത്തായിരുന്നു. സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ശേഷം ഇയാൾ പത്തനംതിട്ടയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഈ അജേഷാണ് ഇയാളെ വീട്ടിലേക്ക് എത്തിക്കുന്നതും ക്രൂരമായി പീഡിപ്പിക്കുന്നതും. വീട്ടിൽ വിളിച്ചു വരുത്തി മുളക് സ്പ്രേ അടിച്ചു, കാലിൽ കെട്ടിത്തൂക്കി വലിയ രീതിയിൽ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു തുടങ്ങിയ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇരുവർക്കും നേരിട്ടത്. തുടർന്ന് 5-ാം തീയതിയാണ്, അതായത് ഈ കഴിഞ്ഞ മാസം തന്നെ 5-ാം തീയതിയാണ് ഈ റാന്നി സ്വദേശിക്കും ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം ഉണ്ടാകുന്നത്. പ്രധാനമായും ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകളും പണവും ഈ പ്രതികൾ രണ്ടുപേരും തട്ടിയെടുത്തു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. പ്രധാനമായും പോലീസ് ഈ കേസിൽ നിന്നും മനസ്സിലാക്കുന്നത് കേവലം പണത്തിന് വേണ്ടിയുള്ള ഒരു ഹണി ട്രാപ്പിൽ ഉൾപ്പെടുത്തുക എന്നത് മാത്രമല്ല, പ്രതികൾ രണ്ടുപേരും സൈക്കോ മനോഭാവമുള്ളവരാണെന്ന് പോലീസ് വ്യക്തമാകുന്നുണ്ട്. കാരണം അത്രമാത്രം ക്രൂരമായി മർദ്ദിച്ച് അതിലൊരു ആനന്ദം കണ്ടെത്തി സന്തോഷിക്കുന്ന തരത്തിലുള്ള തോന്നുന്നു. എങ്ങനെയാണ് ഈ സൈക്കോ ഈ ദമ്പതികൾ ഈ ഹണി ട്രാപ്പ് ആസൂത്രണം ചെയ്തത്? എങ്ങനെയാണ് ഇവരെ കുടുക്കിയത്? അതായത് മനു, ഈ ആലപ്പുഴ സ്വദേശിയുമായി രശ്മി ഏറെക്കാലമായിട്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടിരുന്നു. ഇവർ തുടർന്ന് പരിചയത്തിലാവുകയും ചാറ്റുകൾ നടത്തുകയും തുടർന്നാണ് ഇയാളെ ഈ രശ്മി വിളിച്ചു വരുത്തുന്നത്. ഈ ആലപ്പുഴ സ്വദേശി ഇത്തരത്തിൽ പത്തനംതിട്ട എത്തുകയും ഈ അജേഷ് ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. വീട്ടിൽ വിളിച്ചു വരുത്തിയതിനിടയിൽ, അതായത് അകത്ത് പ്രവേശിച്ച സമയം മുതൽ ഇവരുടെ മനോഭാവം മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അടിക്കുകയും മർദ്ദിക്കുകയും മുഖത്തടക്കം അല്ലെങ്കിൽ ശരീരഭാഗത്തടക്കം മുളക് സ്പ്രേ അടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കെട്ടിയിട്ട്, അതായത് ഈ രശ്മി ഷാള് കൊണ്ട് ജനലിൽ കമ്പിയിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വിവസ്ത്രനാക്കിയ ശേഷം ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ ഈ സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ച് കയറ്റുന്നത്. എന്തായാലും ക്രൂരമായ പീഡനമാണ് നടന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, രണ്ടാമതായി ആക്രമിക്കപ്പെട്ട റാന്നി സ്വദേശി ഇത്തരത്തിൽ ഈ ജയേഷിൻ്റെ സുഹൃത്താണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ ജയേഷും ഈ ഇരയും തമ്മിൽ ഏതാണ്ട് 2 വർഷത്തോളം പരിചയമുണ്ട്. ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളുകളാണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ട്. ഈ റാന്നി സ്വദേശി തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കോറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ, പാറ പൊട്ടിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് ജോലി നടത്തുന്ന ആളാണ് ഈ ജയേഷ് എന്നാണ് നിലവിൽ വരുന്ന പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർ തമ്മിൽ പരിചയമായിരുന്നു. ഈ രണ്ടാമത്തെ ആളെ ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത് ഓണത്തിന് ക്ഷണിച്ചുകൊണ്ടാണ്. അതായത് കുടുംബമായിട്ട് ഓണം ആഘോഷിക്കുകയാണ്. താനും കൂടി ഞങ്ങളുടെ ആഘോഷത്തിൽ പങ്കുകൊള്ളണം എന്നുള്ള തരത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഇയാളെ റാന്നി സ്വദേശിയെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. റാന്നി സ്വദേശിയെയും ഇത്തരത്തിൽ ജയേഷ് തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക്, ചരൽക്കുന്നിലുള്ള വീട്ടിലേക്ക് ബൈക്കിൽ എത്തിക്കുന്നത്. അങ്ങനെയാണ് വീണ്ടും അതായത് ആദ്യം ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയ വ്യക്തിയെ പോലെ തന്നെ രണ്ടാമതും ഇയാളെയും വീണ്ടും അതേ രീതിയിൽ തന്നെ പീഡിപ്പിക്കുകയാണ്. കെട്ടിയിട്ട് മർദ്ദിക്കുന്നു, ഇരുമ്പ് കമ്പി കൊണ്ട് മർദ്ദിക്കുന്നു, മുഖത്ത് മുളക് സ്പ്രേ അടിക്കുന്നു. തുടർന്ന് ഈ റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിൽ ഏതാണ്ട് 23 സ്റ്റാപ്ലർ പിന്നുകളാണ് അടിച്ച് കയറ്റി വെച്ചിട്ടുള്ളത്. ഈ സംഭവം പുറത്തു വരുന്നത് ആദ്യം ഈ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ ഇവർ ഉപേക്ഷിച്ചു. അതായത് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം ഏൽപ്പിച്ച ശേഷം ഇയാളെ പുറത്ത് ഒരു പ്രദേശത്ത് തള്ളിവിടുകയാണ്. ഇത് ജനങ്ങളും ഓട്ടോറിക്ഷക്കാരും കണ്ടെത്തുകയും ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ശരി, മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഏതായാലും വലിയ ക്രൂരതയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഹണി ട്രാപ്പിൽ കുടുക്കി
സൈക്കോ സ്വഭാവമുള്ള യുവ ദമ്പതികൾ രണ്ട് ചെറുപ്പക്കാരോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചാണ് ഇപ്പോൾ സാരംഗ് നമ്മളോട് പറഞ്ഞത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്.